വെൽക്കം മക്കളെ, ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ പഠിച്ചത്. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു ഓവറോൾ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നായി പഠിച്ചപ്പോൾ നിങ്ങൾ ഓരോന്ന് സെർച്ച് ചെയ്ത് കാണേണ്ട ഒരിത് നിങ്ങൾക്ക് വരും. പക്ഷേ ഇതാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ വ്യത്യാസം പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോന്നും എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് ചെയ്യേണ്ടാത്തതും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ജിസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം പ്രസൻറ്റ് സിമ്പിൾ നോക്കാം. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കാലമാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രസൻറ്റ് സിമ്പിളാണ്. പ്രസൻറ്റ് സിമ്പിൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലൊക്കെയാണ് പ്രസൻറ്റ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹാബിറ്റ്സ് പറയാൻ, നമ്മുടെ റൂട്ടീൻസ് പറയാൻ, നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ജനറൽ ഫാക്ട്സുകൾ പറയാനാണ്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ്, ഷീ ഗോസ് ഫോർ എ വാക്ക് എവ്രി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ അവൾ നടക്കാൻ പോകും എന്ന് പറയുന്നത് അവളുടെ ഒരു ഹാബിറ്റാണ്, അവളുടെ റൂട്ടീനാണത്. എന്നും രാവിലെ ജോഗിങ്ങിന് പോകുന്നു, നടക്കാൻ പോകുന്നു ഒക്കെ അവളുടെ ഒരു റൂട്ടീനാണ്. അതേപോലെ നമ്മളൊരു ജനറൽ ഫാക്റ്റ് പറയാണ്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് ആര്? ഭൂമി അല്ലെങ്കിൽ എർത്ത് എന്നുള്ളത്. ഇനി നമ്മുടെ ഒരു പെർമനൻറ്റ് സ്റ്റാറ്റസ് പറയാൻ, നമ്മുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർമനൻറ്റ് സ്റ്റാറ്റസ് പറയാനും ഈ പ്രസൻറ്റ് സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷീ സ്പീക്സ് മലയാളം ഫ്ലുവൻ്റ്, അവൾ മലയാളം വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും എന്ന് പറയുന്നത് അവളുടെ ഒരു കഴിവ്, അവളുടെ ഒരു പെർമനൻറ്റ് സ്റ്റാറ്റസാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാബിറ്റ്സ് പറയാൻ, റൂട്ടീൻസ് പറയാൻ, ജനറൽ ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയാൻ ഒക്കെയാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും? അതേപോലെ നമ്മുടെ ഒരു പെർമനൻ്റ് സ്റ്റാറ്റസ്, ഒരു ക്യാരക്ടറിസ്റ്റിക്, നമുക്ക് ഒരു കാര്യം നമുക്ക് അതായത് നമ്മുടെ കയ്യിലുള്ള കാര്യം പറയാൻ, അതായത് ഷീ ഹാസ് എ ബ്ലൂ കാർ, അവൾക്കൊരു ബ്ലൂ കാറുണ്ട്, ഒരു നീല കാർ അവളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് അവൾക്കുള്ള ഒരു കാര്യമാണ്, അവളുടെ ഒരു പെർമനൻ്റ് സ്റ്റാറ്റസ് ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതും സിമ്പിൾ പ്രസൻറ്റിലാണ്. ഇനി നമ്മൾ ഒരു കാര്യം നേരത്തെ, അതായത് പിന്നീട് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത ഒരു കാര്യം പറയാനും, നമ്മൾ ഓൾറെഡി ചാർട്ട് ചെയ്ത ഒരു കാര്യം പറയുന്നതും പ്രസൻറ്റ് സിമ്പിളിലാണ്. അതായത് ദ ട്രെയിൻ ഡിപ്പാർട്ട്സ് അറ്റ് 9 PM. ആ ട്രെയിൻ എപ്പോഴാണ് ഡിപ്പാർട്ട് ചെയ്യുന്നത്? 9 PM. അത് ഓൾറെഡി ചാർട്ട് ചെയ്തതാണ്. എപ്പോഴും ആ ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് 9 PM ആണ്. അപ്പോൾ അതിലൊരു മാറ്റവുമില്ല. ദ സീരിയൽ സ്റ്റാർട്ട്സ് അറ്റ് 8 PM. നമ്മൾ സീരിയൽ കാണുന്നവരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഒരു സമയത്താണ് ആ സീരിയൽ തുടങ്ങുന്നത്, അതിന് മാറ്റമൊന്നുമില്ല, ഓൾറെഡി ചാർട്ട് ചെയ്ത സാധനമാണ്. അപ്പോൾ ആ സെൻറ്റൻസ് തുടങ്ങുന്നത് ഇങ്ങനെ, ദ സീരിയൽ സ്റ്റാർട്ട്സ് അറ്റ് 8 PM. വേർബ് കണ്ടോ, സ്റ്റാർട്ട്സ് അറ്റ് 8 PM എന്നാണ്. ഓൾറെഡി നമ്മൾ ചാർട്ട് ചെയ്തത് പറയാൻ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. സീരിയൽ കാണുന്നവർക്ക് സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സീരിയൽ സ്റ്റാർട്ട്സ് അറ്റ് 8 PM എന്ന് പറയാം. പ്രസൻറ്റ് സിമ്പിളിൻ്റെ ഫോമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബാണ്. വെർബിൻ്റെ ആദ്യത്തെ ഫോമാണ് നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ചേർക്കുന്നത്. അതായത് ഇപ്പോൾ വർക്ക് എന്ന വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ വർക്ക്, യു വർക്ക്, വി വർക്ക്, ദേ വർക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി സിമ്പിൾ പ്രസൻറ്റ് യൂസസ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഐക്ക്, വിക്ക്, ദേക്ക്, യുക്ക് നമ്മൾ എസ് ചേർക്കില്ല എന്നുള്ളൊരു നമ്മളൊരു ചെറിയ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഐ, വി, ദേ, വർക്ക് എന്ന് നമ്മൾ പറയും. ആ സമയം ഹിയോ, ഷിയോ, ഇറ്റോ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ വർക്ക്സ് എന്നാണ് പറയുക. അതായത് എസ് വെർബ് നമ്മൾ ചേർക്കും. അതായത് സിംഗുലറിൻ്റെ കൂടെ പ്ലൂറൽ എസ് ചേർക്കുന്ന പ്ലൂറൽ വെർബും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹിയും, ഷിയും, ഇറ്റും
സിംഗുലർ സബ്ജക്ട്സ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ വർക്ക്സ് എന്നാണ് എസ് ചേർത്തിട്ടുള്ള വേർബ്സ് ആണ് നമ്മൾ ചേർക്കുക. അതേസമയം നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ എസ് ചേർക്കാത്ത വേർബാണ് യൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൻ്റെ ഫോർമുല മനസ്സിലാക്കി എപ്പോഴും ഓർത്ത് ചെയ്യേണ്ടത്. പിന്നെ ഇനി നമ്മളൊരു കഥ പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിളിലാണ് പറയുന്നതെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഐ വാക്ക് ഡൗൺ ദ സ്ട്രീറ്റ് ആൻഡ് സഡൻലി ഐ സീ മൈ ഓൾഡ് ഫ്രണ്ട് എന്ന് പറയും. അത് ഞാനിങ്ങനെ പെട്ടെന്ന് എന്തൊരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു, സുഹൃത്തിനെ സ്പോട്ട് ചെയ്തു, പെട്ടെന്ന് കാണാൻ പറ്റി എന്ന് പറയുന്ന കഥ പറയുമ്പോഴും നമുക്കിങ്ങനെ പ്രസൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ അതിങ്ങനെ ചെയ്യുക, അതിൻ്റെ മേലെ അങ്ങനെ ഇടും. ഇപ്പം നമ്മളൊക്കെ പാചകം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, പ്ലീസ് ടേക്ക് വൺ പാൻ ആൻഡ് പ്ലീസ് സ്വിച്ച് ഓൺ ദ സ്റ്റൗ എന്നൊക്കെ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ഓപ്പൺ ദ ബോക്സ്, ഇൻസേർട്ട് ദ ബാറ്ററീസ് ആൻഡ് ഫൈനലി സ്വിച്ച് ഇറ്റ് ഓൺ എന്ന എക്സ്പ്രഷൻസ് ഓഫ് ടൈം ആൻഡ് ഫ്രീക്വൻസി, ഓൾവേസ്, ഓഫൺ, നെവർ, റെയർലി എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ചും നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ എക്സ്പ്രസ് ചെയ്യാം. ഷീ ഓൾവേസ് അറൈവ്സ് ഓൺ ടൈം, അവൾ എപ്പോഴും കറക്റ്റ് ടൈമിൽ വരാറുണ്ട് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓൾവേസ് എന്ന ടൈം എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് എപ്പോഴും ഓഫൺ, ഓൾവേസ്, റെയർലി എന്നൊക്കെയുള്ളത്. ഐ റെയർലി വാച്ച് ടി വി, ഞാൻ വല്ലപ്പോഴും മാത്രമാണ് ടി വി വാച്ച് ചെയ്യൽ. അവിടെയും സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റെയർലി എന്ന് പറയുമ്പോൾ അവിടെ ടൈമിനാണ് ഇമ്പോർട്ടൻസ്. വല്ലപ്പോഴും മാത്രമേ, എപ്പോഴും, വല്ലപ്പോഴും, കൂടെ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യുക സിമ്പിൾ പ്രസൻറ്റിൽ? ദേ ഡോണ്ട് വർക്ക്, ഷീ ഡസൻ ലൈക്ക് സ്പൈസി ഫുഡ്, അവൾക്ക് ഭയങ്കര എരിവുള്ള ഫുഡൊന്നും ഇഷ്ടമല്ല, അവർ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോൾ ഐ, വി, ദേക്ക്, യുക്ക് നമ്മൾ ഡോണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ. പക്ഷേ ഹി, ഷീ, ഇറ്റിന് നമ്മൾ ഡസ് നോട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പം സിംഗുലേഴ്സിന് നമ്മൾ ഡസ് എക്സ്പ്രസ് ചെയ്യുന്നു, പ്ലൂറൽസിന് ഐ, യു ഒഴിവാക്കിയുള്ള പ്ലൂറൽസിന് നമ്മൾ ഡോണ്ട്, ഡു നോട്ടിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഫോം എങ്ങനെയാണ്, ഇൻട്രോഗേറ്റീവ് ഫോമിൽ എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ എക്സ്പ്രസ് ചെയ്യുന്നത്? ഡു യു ലൈക്ക് കോഫി ഓർ ടീ എന്ന് നമ്മൾ ഡു ചേർത്തിട്ടാണ് ഇൻട്രോഗേറ്റീവ് ഫോംസ് എക്സ്പ്രസ് ചെയ്യുക. ഓർ ഡു ദേ റൈറ്റ് മലയാളം, അവർ മലയാളം എഴുതുമോ? അപ്പം ഐക്കും, വിക്കും, ദേക്കും, യുക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇൻട്രോഗേറ്റീവ് ഫോംസ് യൂസ് ചെയ്യുമ്പോൾ ഡു എന്ന് എക്സ്പ്രസ് ചെയ്യും. ഹിക്കും, ഷീക്കും, ഇറ്റിനും ആസ് യു നോ ഡസ് ആണ്. ഡസ് ഷീ നീഡ് ദിസ് എന്ന് നമ്മൾ ചോദിച്ചാൽ അവൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് എപ്പോഴും നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലാവുമ്പോൾ ഷീൻ്റെ കൂടെ ഡസ്, അപ്പോൾ ദേൻ്റെ കൂടെ ആകുമ്പോൾ ഡു ദേ, ഡു വി, ഡു യു, ഡു ഐ, ഡസ് ഷീ, ഡസ് ഹി, ഡസ് ഇറ്റ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇതാണ് ഒരു സ്മോൾ ജിസ്റ്റ് ഓഫ് പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി. ഹാബിറ്റ്സും റൂട്ടീൻസും ജനറൽ ഫാക്ട്സും ഒക്കെ പറയാനാണ് നമ്മൾ മെയിൻലി സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്കെഡ്യൂൾഡ് ഈവൻറ്റ്സ്, ഓൾറെഡി ചാർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പ്രസൻറ്റ് സിമ്പിളിലും എക്സ്പ്രസ് ചെയ്യും. ഫോർമുല ആസ് യു നോ, സബ്ജക്റ്റ് പ്ലസ് ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. സിംഗുലറിനാകുമ്പോൾ വിച്ച് വെർബ് വിൽ ഫോളോ? എസ് ചേർക്കുന്ന വെർബാണ് സിംഗുലറിൻ്റെ കൂടെ ഫോളോ ചെയ്യുക. പ്ലൂറലിലാകുമ്പം എസ് ചേർക്കാത്ത വേർബാണ് ഫോളോ ചെയ്യുന്നത്. കഥ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാം. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഇൻസ്ട്രക്ഷൻസ് ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യൂ, ഇത് അതിലേക്ക് ആദ്യം ഇടൂ, ആദ്യം കുറച്ച് ഉപ്പിടൂ, പിന്നെ കുറച്ച് മുളകിടൂ എന്നൊക്കെ നമുക്ക് പുട്ട് സാൾട്ട് ഫസ്റ്റ്, നെക്സ്റ്റ് യു പുട്ട് ചില്ലി എന്നൊക്കെ, ചില്ലി സോസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ യൂസ് ചെയ്യാം. അതേപോലെ ടൈം എക്സ്പ്രസ് ചെയ്യുന്ന ഓൾവേസ്, ഓഫ്റ്റൻ, റെയർലി എന്നൊക്കെ ഉള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ ഒക്കെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാം. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ഡു നോട്ട് യൂസ് ചെയ്യും, ഡസ് നോട്ട് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് എ ഷോർട്ട് ജിസ്റ്റ് ഓഫ് യൂസസ് ഓഫ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.